മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് രണ്ടാം ദിവസം റാണയോട് തേടിയത്. ഹെഡ്ലിയെ സഹായിക്കാൻ നിയോഗിച്ച എംപ്ലോയി ബി എന്ന ജീവനക്കാരനെ സംബന്ധിച്ചും വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയുള്ള ചോദ്യം ചെയ്യൽ തുടരുന്നു. അതിൽ തന്നെ കേരള ബന്ധമടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ വിവരങ്ങൾ തേടുന്ന നടപടിയിലേക്ക് NIA കടക്കുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? മൂന്നാം ദിവസത്തെ ചോദ്യം ചെയ്യൽ, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെ ബൽറാം? റിജിത്ത്, ഈ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ തഹവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത് NIA തുടരുകയാണ്. NIA ആസ്ഥാനത്തെ പ്രത്യേക സെല്ലിലാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഈ ചോദ്യാവലി നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിരുന്നു. എന്നാൽ ആ ഒരു സമയക്രമം അനുസരിച്ച് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നില്ല എന്നാണ് NIA വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. പ്രത്യേകിച്ചും തഹവൂർ റാണ ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല. ആദ്യ ദിവസം 3 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞത്. എന്നാൽ രണ്ടാം ദിവസം അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് സാഹചര്യം എന്നാണ് ലഭ്യമാകുന്ന വിവരം. രണ്ടാം ദിവസം പ്രധാനമായും തഹവൂർ റാണയോട് ഈ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഹെഡ്ലിക്കായുള്ള സഹായങ്ങൾ ഇന്ത്യയിൽ ചെയ്തത് റാണയാണ് എന്നതിന്റെ തെളിവുകൾ നേരത്തെ തന്നെ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നതിനും ഇന്ത്യയിലേക്ക് എത്തുന്നതിനും താമസ സൗകര്യം അടക്കമുള്ള ഹെഡ്ലിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തത് റാണയായിരുന്നു. ഒപ്പം തന്നെ ഹെഡ്ലിയെ സഹായിക്കാനായി നിയോഗിച്ച എംപ്ലോയി ബി എന്ന ജീവനക്കാരനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും NIA ഉന്നയിച്ചിട്ടുണ്ട്. ഈ എംപ്ലോയി ബിക്ക് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അയാൾക്ക് ലഭിച്ചിരുന്നു, ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. എംപ്ലോയി ബിയെ ഡൽഹിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങളും NIA ആരംഭിച്ചിട്ടുണ്ട്. കോടതിയുടെ അനുമതി ലഭിക്കുകയാണെങ്കിൽ റാണയ്ക്ക് ഒപ്പം ഇരുത്തി ഇയാള് ചോദ്യം ചെയ്യാനാണ് NIAയുടെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായ നടപടികളും ആവശ്യമാണ് എന്നാണ് NIA വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഒപ്പം തന്നെ റാണയ്ക്ക് ഈ സെല്ലിനകത്തും കനത്ത സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. സ്കെച്ച് പെന്ന് മാത്രമാണ്, അതായത് ലോഹ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇയാൾ ഉപയോഗിക്കാതിരിക്കാനുള്ള മുൻകരുതൽ NIA സ്വീകരിച്ചിരിക്കുന്നു. നേരത്തെ കോടതിയിലും സമാനമായ നടപടിയാണ് ഉണ്ടായത്. കോടതിയിൽ തന്നെ റാണയ്ക്ക് എഴുതാനായി നൽകിയത് സ്കെച്ച് പെൻ ആയിരുന്നു ഇയാളെ ഹാജരാക്കിയ ഘട്ടത്തിൽ. ഒപ്പം തന്നെ തന്റെ അഭിഭാഷകനുമായി ബന്ധപ്പെട്ടും റാണ ചില ഉപാധികൾ കോടതിക്ക് മുന്നിൽ വെച്ചു എന്നാണ് NIA വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ചും തന്റെ പേരിൽ, തന്റെ അഭിഭാഷകൻ എന്ന പേരിൽ പ്രശസ്തനാകാൻ ശ്രമിക്കുന്ന ഒരാൾ തനിക്ക് അഭിഭാഷകനായി വേണ്ട എന്നായിരുന്നു റാണ മുന്നോട്ട് വെച്ച ഉപാധി. എന്നാൽ ലീഗൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള അഭിഭാഷകനാണ് റാണയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് എന്ന് NIA ഒപ്പം തന്നെ കോടതിയും അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ അഭിഭാഷകനുള്ള ഉപാധികൾ റാണ എഴുതി നൽകുകയായിരുന്നു. അഭിഭാഷകൻ മാധ്യമങ്ങളെ കാണരുത് എന്നതടക്കമുള്ള ഉപാധികളാണ് റാണ എഴുതി നൽകിയത്. നേരത്തെ തന്നെ ഈ റാണയെ കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിൽ ഏതാണ്ട് 3.5 മണിക്കൂറിലധികം സമയമാണ് ഈ നടപടിക്രമങ്ങൾക്കായി ആവശ്യമായി വന്നത്. അതിൽ 1 മണിക്കൂറിലേറെ സമയം ഇന്നലെ പുറത്തു വന്ന വിവരപ്രകാരം ഈ ചോദ്യം ചെയ്യലിനോട്, നിർണായകമായ ചോദ്യങ്ങളോട് സഹകരിക്കുന്നില്ല റാണ എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ റാണ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എന്തിനു പോയി? അതിൽ തന്നെ ചിലയിടത്ത് യുവാക്കളെ ഭീകരവാദ റിക്രൂട്ട്മെൻറ്റിനായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഓരോ ഇടത്തും പല രീതിയിലുള്ള സഹായങ്ങൾ റാണയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇപ്പോഴും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്ത സമീപനം റാണ സ്വീകരിക്കുന്നുണ്ടോ? ഈ ഓരോ ഇടങ്ങളിലും സഹായം നൽകിയവരിലേക്ക് എത്താൻ NIAക്ക് കഴിയുന്നുണ്ടോ ബൽറാം? റിജിത്ത്, ഈ റാണ ഇന്ത്യയിൽ പലയിടത്തും ഈ ഭീകരാക്രമണത്തിന് മുമ്പായി തന്നെ ഇന്ത്യയിൽ പലയിടത്തും കേരളം, ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ സന്ദർശനം നടത്തിയതായുള്ള തെളിവുകൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും റാണയോട് ഉന്നയിച്ചിരുന്നു. ഈ ഘട്ടങ്ങളിൽ തുടർന്നുള്ള ഈ സ്ഥലങ്ങളിൽ മറ്റ് സഹായം ആഭ്യന്തരമായി ലഭിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ NIA പരിശോധിച്ചു വരുന്നുണ്ട്. എന്നാൽ ചോദ്യം ചെയ്യലിനോട് റാണ പൂർണ്ണമായും ഇപ്പോഴും സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് NIA വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി റാണ നൽകുന്നില്ല. ഒപ്പം തന്നെ ഓർമ്മ ഇല്ല എന്ന തരത്തിലുള്ള മറുപടികൾ റാണ നൽകുന്നു എന്ന്
തുടങ്ങിയവയാണ് NIAക്ക് വലിയ വെല്ലുവിളിയായി മാറുന്നത് എന്നുമാണ് NIA വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ അടുത്ത ചോദ്യം ചെയ്യൽ ഘട്ടത്തിൽ ഇതുകൂടി പരിഗണിച്ചുള്ള ചോദ്യാവലിയാണ് NIA തയ്യാറാക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു.